ഹലോ ഗൈസ്, ആദ്യമായി ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. ഇതൊരു പാളിയ കേസാണ്. അതെന്നാലും എനിക്ക് എന്ത് തെറ്റാ പറ്റിയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, ആ അറിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഏതായാലും സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കണ്ടിട്ട് എനിക്ക് എന്താ മിസ്റ്റേക്ക് പറ്റിയെന്നൊന്ന് പറഞ്ഞു തരണേ. നമ്മൾ ബബിൾ ടീ ഉണ്ടാക്കണം മക്കൾ പറഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ ബോബാസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശർക്കരപ്പാനി റെഡിയാക്കി. ബ്രൗൺ ഷുഗർ ഉണ്ടാക്കാം, വെള്ളം ചേർത്തിട്ട് അങ്ങനെ അലിയിച്ചെടുക്കുക, അല്ലെങ്കിൽ ശർക്കരപ്പാനി ഉണ്ടാക്കാം. അപ്പോൾ ഏതായാലും എന്നിട്ട് അതിലേക്ക് കുറച്ച് കപ്പപ്പൊടി ഇട്ടിട്ട് ഒന്ന് ടൈറ്റൻ ചെയ്തെടുക്കുക. എന്നിട്ട് എക്സ്ട്രാ പൗഡർ അതിലിട്ടിട്ട് നമ്മൾ ചപ്പാത്തിയുടെ ഡോ ഉണ്ടാവുമല്ലോ, അതേപോലെ ആ ടൈറ്റിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്നാണ് കേട്ടോ പ്രൊസീജിയറിൽ പറഞ്ഞത്. അങ്ങനെ ഞാനത് ഉണ്ടാക്കാൻ എടുത്തപ്പോൾ രണ്ടാമത് ചേർത്ത പൊടി കുറച്ച് കൂടിപ്പോയോ എന്നൊരു സംശയം. അതുകൊണ്ടാണ് തോന്നുന്നു നമ്മളെ ഡോ കുഴച്ച് വന്നപ്പോൾ പെട്ടെന്ന് അങ്ങ് ഡ്രൈ ആയിപ്പോയി. ഇത്രയ്ക്കധികം ചേർക്കേണ്ടില്ല എന്ന് തോന്നുന്നു. അതാണ് എനിക്ക് തോന്നുന്നത്. അതുതന്നെയാണോ എന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടിട്ട് പറഞ്ഞു തരുള്ളൂ. ഏകദേശം എന്തായാലും നമ്മൾ വിചാരിച്ച മാതിരിയല്ല, ചെറുതായിട്ടൊന്ന് പാളിയുണ്ട്. നമ്മൾ എന്നിട്ട് കുഴച്ചെടുത്തപ്പോൾ വല്ലാതെ ഡ്രൈ ആയിപ്പോയി. ഏതായാലും ഞാൻ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് ഏകദേശം ഒരു പല കോലത്തിലുള്ള കുറച്ച് ബോബാസാക്കി മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കി മാറ്റിയെടുത്ത. ഏതായാലും നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഇനി ഏതായാലും ഉരുളകളൊക്കെ ആക്കി എടുക്കുന്നത് ഇത് സത്യം പറഞ്ഞാൽ മെനക്കെട്ട പണിയായിട്ട്. നമ്മൾ ഷോർട്സും സാധനങ്ങളൊക്കെ കാണുമ്പോൾ തോന്നും പെട്ടെന്ന് അങ്ങ് നടക്കുന്നു. പക്ഷെ അല്ല, ഇത് ഉരുട്ടിയെടുത്ത് ആ കുഞ്ഞു ഉരുളകളാക്കി എടുക്കുക എന്ന് പറഞ്ഞത് വല്ലാത്തൊരു പണിയാണ്. ഇതത് കണ്ടില്ലേ, ഞാൻ ചേർത്ത പൊടി കുറച്ച് കൂടിപ്പോയി തന്നെയാണ് എൻ്റെ ഒരു സംശയം. ഏകദേശം ഇങ്ങനെ പെട്ടെന്ന് അങ്ങ് ടൈറ്റ് ആയിപ്പോയി. അത് നിങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞു ഉരുളാക്കണം. ഇത് കണ്ടാലറിയാം, അത് ക്രാക്ക് വീണത് കാണുന്നില്ലേ. ഞാൻ കഷ്ടപ്പെട്ടിട്ട് ഈ കോലത്തിലേക്ക് ആക്കിയെടുത്തത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഉരുളാക്കിയെടുത്ത്. പക്ഷേ അതിൻ്റെ അടുത്തുള്ള കപ്പപ്പൊടി തീരുകയും ചെയ്തു. എന്നിട്ട് അരിപ്പൊടി വെച്ചിട്ടാണ് ആ കോട്ടിങ് കൊടുത്തത്. പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ കപ്പപ്പൊടിനെ വെച്ചിട്ട് ആ കോട്ടിങ് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കാം. വേവിച്ചെടുക്കുമ്പോൾ ഈ കുമിളുകൾ മുകളിലേക്ക് വരൂലേ, വന്ന് നിന്നാലാണ് അതിൻ്റെ പാകം എന്നാണ് പറഞ്ഞത്. പക്ഷെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വന്ന് പൊങ്ങി വരുന്നൊക്കെ ഉണ്ട് കേട്ടോ. പൊങ്ങി വന്നിട്ട് പക്ഷെ എന്താ വെച്ചാൽ ആ ഒരു ട്രാൻസ്പെറൻറ്റ് സൈസ് ആയില്ല, കുറച്ച് വേവാനൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. ഏതായാലും ഞാൻ കുറച്ചും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ വേവിച്ചെടുത്തു കേട്ടോ. വേവിച്ചെടുത്തിട്ട് ഇത് നല്ലപോലെ സ്ട്രെയിൻ ചെയ്തെടുത്തിട്ട് നമുക്കിതിൻ്റെ കളർ വരുത്തിക്കണമല്ലോ. അപ്പോൾ അതിന് ഇതിൻ്റെ സോസ് ഉണ്ടാക്കണം. സോസ് ഉണ്ടാക്കാൻ ഞാൻ ശർക്കര തന്നെയാണ് ഇട്ടെടുത്തത്. കണ്ടോ, വേവിച്ചെടുത്തപ്പോൾ ഇങ്ങനെ ഒരു ക്രാക്ക് മാതിരി വന്നു. അതാണ് ഞാൻ ചെയ്തതിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ശർക്കര പാനി നല്ല ടൈറ്റായിട്ടുള്ള തിക്ക് പാനി ഉണ്ടാക്കിയിട്ട് ഈ ബോബാസ് അതിലിട്ടിട്ട് കോട്ട് ചെയ്തെടുത്തു കേട്ടോ. എന്നിട്ട് അങ്ങ് നല്ലതുപോലെ കോട്ട് ചെയ്തെടുത്തിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചതും തണുത്തതിന് ശേഷമാണ് ഞാൻ ബബിൾ ടീ ഉണ്ടാക്കിയതും. ഏതായാലും ടീ സെറ്റായിരുന്നു. ടീ മുഴുവൻ മക്കൾ കുടിച്ചു. പക്ഷേ ബോബാസ് അത് അങ്ങനെ തന്നെ കിടന്നു എന്നുള്ളതാണ് അതിൻ്റെ സത്യം. പക്ഷെ നിങ്ങളൊന്ന് പറഞ്ഞു തരാണെങ്കിൽ എനിക്ക് അടുത്ത പ്രാവശ്യം കുറച്ചുകൂടി നല്ല രീതിയിൽ ഉണ്ടാക്കാം. നിങ്ങൾ വീഡിയോസ് എന്തായാലും മുഴുവൻ കണ്ടിട്ട് എനിക്കൊന്ന് പറഞ്ഞു തരുള്ളൂ കേട്ടോ. എന്തായാലും സന്തോഷമുണ്ട്.